ഇയാൾ എന്താ കോപ്രാട്ടി കാണിക്കാണോ, വേറെ പണിയില്ലേ എന്നൊക്കെ തുടങ്ങി ഒരുപാട്. പക്ഷെ ഒരു ചെറുപുഞ്ചിരിയോടെ വീണ്ടും ആരെടുത്തും ഒരു റിയാക്ഷനും ഇല്ലാതെ വീണ്ടും വീണ്ടും ദാസേട്ടൻ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരുന്നു. ശരിക്കും ആ ഒരു പാട്ട് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് വിവാദങ്ങളും നെഗറ്റീവ്സും, ഇയാള് ശരിയല്ല, ഇയാള് പെണ്ണ് പിടിക്കാൻ നടക്കാണോ, അങ്ങനെയാണ് ഈ പ്രാക്കൊണ്ടൊന്നും ഞാൻ വീടില്ല. സോറി, ഞാൻ സിനിമയിലെ സീൻ ദിലീപേട്ടനെ നേരിട്ട് കണ്ടു, ഫേസ് ടു ഫേസ്. ദിലീപേട്ടനെ ഞാൻ സ്റ്റേജിൽ ദിലീപേട്ട ഇപ്പൊ ഗോപിക ഹൗസ് വൈഫായി അടിപൊളിയായി ജീവിക്കും, ദിലീപേട്ടൻ ജീവിക്കും. പിന്നെ എന്തുകൊണ്ട് ദാസേട്ടൻ കോഴിക്കോട് രേണുസുദ്ദീനെ അവിടെ ആൾക്കാർ വിവാദമാക്കുന്നത്? എന്തുകൊണ്ട്? ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ, കാണാൻ കോലല്ല അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്ന തരത്തിലുള്ളത്. അങ്ങനെ പറയുന്നവരോട് എന്താണ് ദാസേട്ടന് പറയാനുള്ളത്? എനിക്കിപ്പം എന്താ പറയാ, അത് ഭയങ്കര വിഷമാണ്. ഒരു പല്ലി പോലെ, എലി പോലെ വെച്ച പോലെ ഒരു. പെണ്ണ് ആണ് പെണ്ണായതാണോ എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ എന്തിന് ആ സ്ത്രീനെ ഇത്ര രീതിയിൽ വിവാദങ്ങളിൽ പെടുത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ രേണുവിന് ഒരു ചെറിയ കുഴപ്പം എന്താ വെച്ചാൽ രേണു പ്രതികരിക്കും നെഗറ്റീവ്. എന്റെ മോളെ ഒന്നും പറയണ്ട, അത്രയും വൃത്തികെട്ട കമന്റുകളാണ്. സഹികെട്ടു. ഞാൻ അത്ര എന്റെ അമ്മേനെ വരെ പറഞ്ഞു, ഇത്രയും വിഷമമുള്ള കാര്യമാണ്. ഞാൻ കേസ് കൊടുത്തു. ഞാനാണ് ഇനിഷ്യേഷൻ എടുത്തിട്ട് ഈ ഒരു വിളിച്ചത്. പിന്നെ ഞാൻ അവള് ദാസേട്ട നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ 3 പിള്ളേരൊക്കെ ഇല്ലേ, റൊമാൻറ്റിക് ആവാൻ കുറച്ച് ഇവരൊക്കെ മാറ്റി നിർത്തണ്ടേ. നമ്മൾ പ്രയത്നിക്കും മാക്സിമം. ആ പ്രയത്നത്തിന്റെ ഫലം നമുക്ക് ദൈവം തരും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് എത്രയോ അവസരങ്ങൾ സിനിമകളിൽ കിട്ടിയിട്ടുണ്ട്. അതും ഇവിടെ എനിക്ക് പറയാൻ കഴിയില്ല. സിനിമകളിൽ വന്നിട്ട് അവസാന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയ അവസ്ഥകൾ കുറേ ഉണ്ടായിരുന്നു, കുറേ വിഷമങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒക്കെ റെഡി, കൂടെ നിൽക്കുന്ന ക്യാരക്ടറാ, ഒക്കെ സെറ്റ്. ദാസേട്ടാ നെക്സ്റ്റ് വീക്ക് വിളിക്കും ഡേറ്റ്. പിന്നെ വിളി വരുന്നില്ല. പക്ഷെ എന്നാലും ഒരു നല്ലൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നില്ല ആഗ്രഹം. ഒടിയനായിട്ട് വന്നിട്ട് പോത്തായിട്ട് ഈ ലെവലിൽ പോത്തന്നെ മുമ്പിൽ നിൽക്കുക, റിയൽ പോത്ത്. ഹലോ, ഇറ്റ്സ് മീ യുവർ പൊന്നു വിത്ത് മാറ്റ്നി. 2019 സ്വന്തം മോളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കാൻ വേണ്ടി, കളിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ ഒരു ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. അതിലൂടെ വീഡിയോ ചെയ്ത് സ്വന്തം മോളുടെ കൂടെ കളിയും ചിരിയും എല്ലാമായി വന്ന ഒരാൾ ഒരുപാട് അധിക്ഷേപങ്ങളും കളിയാക്കലുകളും ഒരുപാട് നെഗറ്റീവ്സും കേട്ട് അതിനെല്ലാം ഒരു ചെറുപുഞ്ചിരിയോടെ കടത്തിവിട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്ത് ഇന്ന് അദ്ദേഹം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തി നിൽക്കാണ്. അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റിനായി ഒരുപാട് പേര് കാത്തു നിൽക്കാണ്. ആരാണെന്നല്ലേ? പൊളിച്ചെടുക്കുക, നമ്മളുടെ സ്വന്തം ദാസേട്ടൻ കോഴിക്കോട്. സന്തോഷം ദാസേട്ടൻ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മൾ പ്രയത്നിക്കുക മാക്സിമം. ആ പ്രയത്നത്തിന്റെ ഫലം നമുക്ക് ദൈവം തരും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ വന്ന വഴികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ ബുദ്ധിമുട്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വന്ന വഴികൾ കുറെ സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റ് കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാം നേരത്തെ പൊന്നൂസ് പറഞ്ഞ പോലെ തന്നെ പൊളിച്ചെടുക്കുക, അത് മതി. ദാസേട്ടന്റെ ആ ഒരു ചിരിയില് പൊളിച്ചെടുക്കുക എന്ന് പറയുന്ന പോലെ ശരിക്കും പൊളിച്ചെടുത്തോണ്ടിരിക്കുക തന്നെയാണ് ലൈഫ്. ടിക്ടോക്ക് വീഡിയോസ്, ഇൻസ്റ്റാഗ്രാം വന്നപ്പോ ഇൻസ്റ്റാഗ്രാം വീഡിയോസ്, ആൽബംസ്, ഷോർട്ട് ഫിലിംസ്, അങ്ങനെയൊക്കെ വന്ന് ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തി നിൽക്കാണ്. എന്ത് തോന്നുന്നു? എന്റെ വന്ന വഴി എനിക്ക് കോൺഫിഡൻ്റാ. എന്നെ സംബന്ധിച്ച് ഇതുവരെ എത്തിയത് ഞാൻ അത്രയും സന്തോഷവാനാണ്. ഇനി അങ്ങോട്ടുള്ള പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് കിട്ടുന്ന ഒരു മാക്സിമം ആ ഒരു സന്തോഷം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ഇനി എത്താനുണ്ടല്ലോ എന്നൊരു ചിന്ത എനിക്കേ ഇല്ല. അങ്ങനെയൊന്നും എന്നെ ഒരിക്കലും ഒക്കെ നമുക്കൊരു യോഗമുണ്ടെങ്കിൽ അത് കിട്ടും. ഒരു സിനിമയിലെ നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അങ്ങനെ വിശ്വസിക്കാനാണ്. അത് കിട്ടിയില്ലെന്ന് ഒരിക്കലും ഞാൻ വിഷമിക്കുന്ന ആളല്ല. കിട്ടിയിരിക്കും. ആ ഒരു പ്രതീക്ഷ ആണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏക വഴി.
ഓക്കെ. ഏറ്റവും ആദ്യം ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. ഇയാൾ എന്താ കോപ്രാട്ടി കാണിക്കാണോ, വേറെ പണിയില്ലേ എന്നൊക്കെ തുടങ്ങി ഒരുപാട്. പക്ഷെ ഒരു ചെറുപുഞ്ചിരിയോടെ വീണ്ടും ആരെടുത്തും ഒരു റിയാക്ഷനും ഇല്ലാതെ വീണ്ടും വീണ്ടും ദാസേട്ടൻ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ നെഗറ്റീവ് കമന്റ്സ് ആ സമയത്ത് വരുമ്പോ ഒരു റിയാക്ഷനും ഒന്നും ചെയ്യാതെ വീണ്ടും വീണ്ടും ഇതിൽ തുടരാൻ ആരായിരുന്നു ഇത്രയും സപ്പോർട്ട് ചെയ്തിരുന്നത്? എൻ്റെ ഫാമിലി. എന്നെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആദ്യം, ഇപ്പം പൊന്നൂസ് ആണെങ്കിലും അല്ലേ, നമ്മൾ എന്ത് ചെയ്താലും ആദ്യം പ്രതികരണം ആരാ? ഹസ്ബൻഡിന്റെ ഭാഗത്ത്, എൻ്റെ ഭാഗത്ത്, വൈഫിൻ്റെ ഭാഗത്ത്. അത് ശരിയായില്ല, അത് ശരിയാണ്. അപ്പം എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ് അല്ലേ. എൻ്റെ വൈഫ്, എൻ്റെ പിള്ളേര്. അത് നന്നായിട്ടില്ല ദാസേട്ടാ, നല്ലതാണ് ദാസേട്ട എന്ന് പറയാറുണ്ട്. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്ത് നോക്കാൻ? അതില് തിരുത്തൽ വരുത്താം. അല്ലാതെ സമൂഹം എന്ത് പറയുന്നു എന്ന് ഞാൻ ഒരിക്കലും നോക്കാറില്ല. എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ സപ്പോർട്ട് മതി അല്ലേ. ശരിക്കും ഒരു ഫാമിലി മാൻ ആണ് 100%. വൈഫും 3 പിള്ളേരും എനിക്കുള്ളത്, 2 ആണും 1 പെണ്ണും. ഫാമിലി മാൻ തന്നെയാണ്. എന്താ വെച്ചാൽ ഫാമിലി ടൈപ്പ് വീഡിയോസ് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. പിന്നെ സിനിമ മേഖലയിലേക്ക് വന്നു, പിന്നെ എല്ലാവരോടെയും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഒക്കെ 100% ടു കമ്മിറ്റ്മെന്റ് ടു മൈ ഫാമിലി. അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എല്ലാ കാര്യവും ചെയ്യാറുള്ളൂ. അവരും ഹാപ്പിയാണ്. പിന്നെ അന്നത്തെ വീഡിയോസിൽ നിന്ന് ആ കളിയാക്കലുകളും എല്ലാം നിന്ന് അന്ന് അത് നിർത്താതെ തുടർന്ന് പോകുന്നത് കൊണ്ടാണ് ഇന്ന് ദാസേട്ടൻ ഇത്രയും ലെവലിൽ എത്തിയിരിക്കുന്നത്. അപ്പോ വൈഫൊക്കെ ഇപ്പോഴത്തെ ഒരു അഭിനയവും ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോ അന്നത്തെ വീഡിയോസ് കണ്ട് അന്നത്തെ ചെയ്തത് കണ്ട, ഇന്നത്തെ വ്യത്യാസം കണ്ട, അന്ന് എന്തായിരുന്നു മനുഷ്യൻ നിങ്ങൾ ചെയ്ത് കൂട്ടിയിരുന്നത്. പക്ഷെ എന്ന് പറഞ്ഞ് രണ്ടിലെ വ്യത്യാസം ദാസേട്ടൻ തന്നെ അതിനെ വിലയിരുത്താറുണ്ടോ? അതായത് നമ്മള് വീഡിയോസ് ചെയ്യുന്നത് പല ടൈപ്പ് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മള് ഫാമിലി ടൈപ്പ് വീഡിയോസ് ചെയ്യാറുണ്ട്. എന്റെ അക്കൗണ്ട് കണ്ടിട്ടുണ്ടോ? ഫാമിലി ടൈപ്പ് ചെയ്യാറുണ്ട്, സിനിമാറ്റിക് ലെവൽ സാധനങ്ങൾ ചെയ്യാറുണ്ട്, തമാശ ചെയ്യാറുണ്ട്, അല്ല ഒരു കൊളാബറേഷൻ വീഡിയോസാണ്. ദാസേട്ടൻ ഒരു ഫുഡ് ബ്ലോഗറാണ്. ദാസേട്ടൻ നമ്മളെ ഒരു വണ്ടീന്റെ ഇഷ്ടപ്പെടുന്ന വീഡിയോ അങ്ങനെ ആരും പറയും. മൊത്തം എല്ലാ ടൈപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ. അത് ഫാമിലി ചെയ്യാറുണ്ട്, ഇൻഡിവിജ്വൽ ചെയ്യാറുണ്ട്, മറ്റു ആക്ടേഴ്സിനോട് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്തു പോകുന്ന ആളാണ്. അതിൽ ഇന്ന മാത്രം ചെയ്യുന്ന വ്യത്യാസം ഒന്നും എനിക്കില്ല. മുന്നത്തെക്കാളും നല്ല രീതിയിൽ ഇപ്പോ ദാസേട്ടൻ ചെയ്യുന്നുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് ദാസേട്ടന് സ്വയം തോന്നിയിട്ടുണ്ടോ? നല്ല വ്യത്യാസം ഉണ്ട് എന്റെ അന്നത്തെയും ആക്ട് ഇന്നത്തെ ആക്ടും തമ്മിൽ തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായും. ഞാൻ അന്ന് താടിയില്ല തുടക്ക സമയത്തൊക്കെ. അപ്പം ഞാൻ കുറച്ച് നേരത്തെ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അന്നത്തെ ടൈപ്പ് എന്റെ വീഡിയോസ് കാണുമ്പോൾ എടാ ഇത് കുറച്ച് ഓവർ, ഇത് കുറച്ച് ഓവർ അല്ലേ. എനിക്ക് തോന്നി ഇല്ലാന്ന് പറയുന്നില്ല. എന്നുവെച്ചാൽ ആൾക്കാർ ചേഞ്ച്, നമ്മൾ ഓരോ വർഷം കൂടുന്ന ആൾക്കാർ ചേഞ്ച് ചെയ്ത് വരിക. നമ്മൾ ലാലേട്ടൻ പണ്ട് ചെയ്ത ടൈപ്പ് ക്യാരക്ടർ ലാലേട്ടൻ ഇപ്പം ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ തുടർന്ന് സിനിമ ഉണ്ട് ലാലേട്ടൻ, ആ പഴയ ലാലേട്ടൻ നമുക്ക് തിരിച്ചു കിട്ടി. അതുപോലെ തന്നെയാ ആരാണെങ്കിലും അന്ന് പഴയ ടൈപ്പ് സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് കുറച്ച് ഓവറല്ലേ, അത് കുറച്ച് നന്നാക്കാൻ തോന്നാറുണ്ട്. പിന്നെ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്തുള്ള അവസ്ഥയല്ല ഇപ്പൊ ഉള്ളത്. കാലത്തിനനുസരിച്ച് നമ്മള് കോലം കെട്ടണം. അതാണ് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇത് എങ്ങനെയാണ് ഈ ഒരു വൈബ്, ഈ ഒരു എനർജി, എന്റെ അമ്മോ, ഈ ടീനേജ് പിള്ളേരെയൊക്കെ തകർക്കണ രീതിയിലുള്ള ഈ ഒരു എനർജി, ഇപ്പൊ കോളേജിലൊക്കെ പ്രോഗ്രാംസിന് പോകുമ്പോ അവരെ കൂടെ നിന്നുള്ള ഈ ഡാൻസ്, ഈ ഒരു എനർജി എന്താ ഇല്ല രഹസ്യം? ഒന്നുമില്ല. എനർജി എന്ന് പറയുമ്പോൾ ബോൺബീറ്റും ബൂസ്റ്റ് ഒന്നും കുടിക്കുന്നില്ല. എനർജി കിട്ടാന് നമ്മളെ മൈൻഡ് പവറാണ്. അതായത് നമുക്ക് മനസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ ദാസേട്ടാ കുറച്ച് സമയം എടുക്കടാ, അങ്ങനെ ഒന്നുമില്ല. ഞാനവിടെ ഇറങ്ങും പിള്ളേരുടെ അടുത്തേക്ക്. പിന്നെ അവരിലൊരാളാണ്. പിന്നെ അവരിപ്പം നമുക്ക് അവിടെ പല ഡിഫറെന്റ് ആൾക്കാർ ചെയ്യും. ഇപ്പൊ കോളേജിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിള്ളേര് മാത്രമല്ല, 2 ടൈപ്പ്. വിപിൻ ജോർജ് ബ്രോ ഒരു പരിപാടിക്ക് പോയ സമയത്ത് ഒരു വിഷയം പുള്ളിക്ക് ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടല്ലോ. പുള്ളി പോയ സമയത്ത് അത് ഞാൻ അനുഭവിച്ചതാണത്. പിന്നെ പിള്ളേർ എന്നെ വിളിക്കും, ദാസേട്ടാ കോളേജ് പരിപാടി വരണം. അപ്പൊ മാനേജ്മെന്റിൽ പ്രിൻസിപ്പളൊക്കെ ഉണ്ടാവും, അവരും കൂടി വിളിക്കുന്നതുകൊണ്ട് വിളിക്കാത്തതുകൊണ്ട്. വിളിക്കാത്ത പരിപാടിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവര് പറയും ചേട്ടാ സമയമുണ്ട്. നമ്മളൊക്കെ ഇത് പൊതു പരിപാടിക്ക് നമ്മൾ പറയാത്തത് കൊണ്ടാണ്. അത് കുറെ നമ്മളെ ആക്ഷേപങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പോകും, പിള്ളേർ അടിച്ചു പൊളിക്കും, പിന്നെ ഞങ്ങൾ തിരിച്ചു പോരും. ഞാൻ പഠിച്ച കോളേജിലെ മറ്റേ മാനേജറും പ്രിൻസിപ്പളുടെ പരിപാടിക്ക് നമ്മൾ സ്റ്റേജിൽ നമ്മളെ ഇരുത്തും. 2 ടൈപ്പ് പരിപാടിക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. നമ്മളെ പോസിറ്റീവ് മാക്സിമം സ്പ്രെഡ് ചെയ്യുക, ഒഴിവാക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക, അവരെ കൂടെ മാക്സിമം അടിച്ചു കൊടുക്കുക. നെഗറ്റീവ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദാസറിന്റെ ഇപ്പൊ കുണുങ്ങി നടന്നു, അടിപൊളിയായിരുന്നു. അതിനു മുന്നേ
പണ്ടൊക്കെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ ആ പാട്ട് കേട്ടാ ദിലീപേട്ടനും ഗോപികനും മാത്രം ഓർമ്മ വരും. പക്ഷെ ഇപ്പൊ ആ പാട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും ദാസേട്ടനും നമ്മുടെ കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുധീനെയാണ് ഓർമ്മ വരിക. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ ഞാൻ തോന്നുന്നു, എന്റെ കാര്യം മാത്രമല്ല. ശരിക്കും ആ ഒരു പാട്ട് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് വിവാദങ്ങളും നെഗറ്റീവ്സും, ഇയാള് ശരിയല്ല, ഇയാള് പെണ്ണ് പിടിക്കാൻ നടക്കുകയാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിക്കുന്നത് ആ സിനിമയില് ദിലീപേട്ടനും ഗോപികയും ചെയ്തതിന്റെ 100% ഇന്റിമസി നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. അവരത് കാണും, അടിപൊളി എന്ന് പറഞ്ഞിട്ട് വാട്ട് എ ഫീൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കുമ്പോ നിങ്ങൾ ചെയ്തപ്പോ എന്തുകൊണ്ടാണ് ദാസേട്ടൻ നിങ്ങൾക്ക് ഇത്രയും നെഗറ്റീവ്സ് വരുന്നത്? ഞാൻ പറയട്ടെ, ആ വീഡിയോ ചെയ്ത ശേഷം ഒരു വിവാദങ്ങളും ഞാൻ ശ്രദ്ധ കൊടുത്തില്ല. പക്ഷേ ഒരു പ്രോഗ്രാമിന് ഞാൻ ചാലക്കുടിയിൽ പോയി, ഒരു കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിന്റെ പ്രോഗ്രാമിന്. അവിടെ വെച്ച് സാക്ഷാൽ ആ വീഡിയോ ചെയ്ത ആ സിനിമയിലെ സീൻ ദിലീപേട്ടനെ നേരിട്ട് കണ്ടു, ഫേസ് ടു ഫേസ് ദിലീപേട്ടനെ. ഞാൻ സ്റ്റേജിൽ ദിലീപേട്ടന്റെ ആ ഒരു എക്സ്പ്രഷനില് എനിക്ക് മനസ്സിലായി അത് എനിക്കിട്ട് വലിയ അംഗീകാരമാണ്. പിന്നെ ആ സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്ത ആ വ്യക്തി എന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് ദിലീപേട്ടൻ സംസാരിച്ചു. അപ്പൊ അത് ഗോപിക ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ തകർത്ത് അഭിനയിച്ച സീനാണ്. ആലോചിക്കണം, ദിലീപേട്ടൻ ഗോപിക ചെയ്ത സീന്. ഇപ്പൊ ഗോപിക ഹൗസ് വൈഫായി അടിപൊളിയായി ജീവിക്കും, ദിലീപേട്ടൻ ജീവിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ദാസേട്ടൻ കോഴിക്കോട് രേണു സുധീനെ അവിടെ ആൾക്കാർ വിവാദമാക്കുന്നത്? എന്തുകൊണ്ട്? അവരും അവര് ജീവിക്കുന്നതാണ്, ഞാൻ എന്റെ ഭാഗം ജീവിക്കുന്നത്. എന്തുകൊണ്ട്? അതാണ് എന്റെ ചോദ്യം. തിരിച്ചു പറയാനുള്ളത്, സിനിമ, റീൽസ്, ഷോർട്ട് ഫിലിം എല്ലാം അഭിനയമാണ് എല്ലാ മേഖലയിലും. റീൽസ് ആണെങ്കിൽ സിനിമയാണെങ്കിലും അവിടെ ദിലീപേട്ടന് ഗോപി അഭിനയിച്ചു, ഇവിടെ ദാസ രേണു സുധി അഭിനയിച്ചു. ഇവിടെ എന്താ വിവാദം ഉണ്ടാക്കുന്ന ആവശ്യം എന്താ? ദാസേട്ടൻ ഹാപ്പിയായി ജീവിക്കുന്നു, ഹാപ്പിയായി ജീവിക്കുന്നു. അതാണ് എനിക്ക് ഈ തരം തിരിവ് എന്ന സാധനം. ഒരു കാര്യം പറയാം, ഒരു സിനിമ കാണാൻ നമ്മൾ പോവുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം, തിയേറ്ററിൽ പോകണം, അവിടെ ബിഗ് സ്ക്രീനിൽ കാണും. മറ്റേത് ഫോണ് തോണ്ടിയാ പോരെ? ദാസേട്ടന്റെ ഫോണ് തോണ്ടിയാ കാണാം. അതാണ് വ്യത്യാസം. അപ്പൊ ഇവിടെ വിവേചനം എന്തിന്? റീൽസിൽ വിവേചനം എന്തിന്? സിനിമയിൽ വേറെ രീതിയിൽ. സിനിമയിൽ ആൾക്കാർ അഭിനയിക്കുന്നില്ലേ? കുറെ ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്, നായകന്മാർ മാറി വരുന്നു. ഇവിടെ മാത്രം എന്താ അത്ര വിഷയം? ഈ ഒരു വിഷയം ഫാമിലി ലൈഫിനെ ബാധിച്ചിട്ടുണ്ടോ? ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇന്റിമസി ആയിട്ട് അഭിനയിച്ചു വന്നപ്പോ വൈഫ് വീട്ടില് ശരിക്കും പറഞ്ഞാൽ ഇടിച്ചോ? അതെന്ത് ചോദ്യം ചോദിക്കുന്നത്? ആക്ടിങ് അല്ലേ? ഞാനൊരു ആക്ടറാണ്, ഞാൻ അഭിനയിക്കുന്ന ആളാന്ന് എന്റെ വൈഫിന് അറിയാം. ഞാൻ സിനിമകൾ അഭിനയിച്ച ആളാ. എന്റെ രണ്ടാമത്തെ സിനിമ റാണീന്റെ അകത്ത് എന്റെ വൈഫായിട്ട് ഒരു ലേഡി അഭിനയിച്ചിട്ടുണ്ട്, മക്കളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തങ്കമണിയില് അങ്ങനത്തെ സീനൊന്നുമില്ല, ഭാര്യ ഭർത്താവൊന്നുമില്ല. പിന്നെ കുണ്ടന്നൂരെ കുളിച്ച് കാണാം, അതിലൊക്കെ ആൾക്കാർ ഭാര്യയായിട്ട് മകളായിട്ടൊക്കെ എന്റെ കൂടെ സ്ത്രീകൾ അഭിനയിക്കുന്നുണ്ട്. ആക്ടറാണ്. ദാസേട്ടൻ കോഴിക്കോടിനെ നല്ലോണം മനസ്സിലാക്കിയ ആൾ എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും ചിലപ്പോ ഒരു ശലകത്തിൽ. അതങ്ങനെയാണോ? എന്റെ ഭാര്യ ചോദിക്കില്ല, എന്റെ ഭാര്യക്ക് എന്നെ അറിയാം. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒരുപാട് ലേഡീസിനൊപ്പം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെല്ലാവരും ദാസേട്ടന്റെ കൂടെ റീല് ചെയ്തിട്ടാണ് ഭയങ്കര റീച്ച് അയക്കണത് ആയിരിക്കാം. എനിക്ക് തോന്നുന്നു ദാസേട്ടൻ കൂടെ റീല് ചെയ്യുന്നവരാണെങ്കിലും ഷോർട്ട് ഫിലിം ചെയ്യുന്നവരാണെങ്കിലും ദാസേട്ടന്റെ ഒരു വളർച്ചയ്ക്കൊപ്പം അവരുടെ ഒരു വളർച്ചയും ദാസേട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാസേട്ടനെ കൊണ്ട് കഴിയുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആണ്, 100%. ഇപ്പൊ ഡിവറ്റ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും വേണം. ഒരാളുടെ കൂടെ ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ വീഡിയോ എടുക്കുമ്പോൾ അവരെ വിളിക്കും. അല്ലാത്ത നമ്മളെ ഗ്യാങ് മാർക്കോ കണ്ടിരുന്നോ? മാർക്കോ സിനിമ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ അവർക്കൊരു മാക്സിമം സപ്പോർട്ട് കിട്ടണേ കിട്ടിക്കോട്ടെ. അതിന് എന്തിനാ ജലസി? എന്തിനാ? ഞാൻ മലബാറുകാരനാ, കോഴിക്കോടുകാരനാ. ഞങ്ങൾക്ക് അവിടെ ഭയങ്കര സ്നേഹം കുറച്ച് കൂടുതലുള്ള ടീമാണ്. ഞാൻ മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തി പറയല്ലേ. എന്നെ സംബന്ധിച്ച് നമ്മളെ കൂടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ കൊണ്ട് രക്ഷപ്പെട്ടോട്ടെ അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. അതിലൊരു 100% പെർഫെക്റ്റ് ആയി പറയാം. അങ്ങനെ വിചാരം എനിക്കില്ല. നമ്മളെ കൊണ്ട് മാക്സിമം സഹായിക്കാൻ സഹായിക്കുക. അത് റീൽസിൽ കൂടി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും. ഈ ഇപ്പൊ രേണു സുധി എന്ന് പറഞ്ഞ ആളുടെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് അവരുമായിട്ടുള്ള വീഡിയോ ചെയ്തപ്പോ മറ്റുള്ളവരുടെ കൂടെ മറ്റു ലേഡീസിന്റെ കൂടെ ചെയ്തതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്സ് ദാസേട്ടനും വരുന്നുണ്ട്, അവർക്കും വരുന്നുണ്ട്. ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ, കാണാൻ കോലല്ല അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്ന തരത്തിലുള്ളത്.
അങ്ങനെ അറിയുന്നവരോട് എന്താണ് ദാസേട്ടന് പറയാനുള്ളത്? എനിക്കിപ്പം എന്താ പറയാ, ഇപ്പൊ രേണുസുതി ഞാൻ ചെയ്ത കുറെ ആക്ട്രസിന്റെ കൂട്ടത്തിൽ ഒരാളാണ് രേണുസുതി. അത് ഭയങ്കര വിഷമാട്ടോ. എന്താ വെച്ചാൽ പല്ലി പോലെ വെച്ച പോലെ ഒരു, പക്ഷെ അവള് പെണ്ണായതാണോ എന്താ വെച്ചാല് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമാണ്. പക്ഷെ അവളെ വിൽപ്പോറ് അടിപൊളിയാട്ടോ. എന്താ വെച്ചാൽ അവള് എന്താ വെച്ചാൽ അവര് എന്തോ ആയിക്കോട്ടെ, ഞാൻ രേണുസുദീനെ മനസ്സിലാക്കിയത് ഒരു പാവപ്പെട്ട ഒരു ഫാമിലി പെട്ടാണ്. മനസ്സിലായി, വീട് അവർക്ക് ഇവര് വെച്ചു കൊടുത്താന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവര് ജീവിതത്തിൽ കുറെ കഷ്ടപ്പാട് അനുഭവിച്ച ആൾക്കാർ. ഇപ്പം അവള് നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അതിനെ കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവൾ ജീവിക്കുന്നത്. അതെനിക്ക് നല്ലോണം അറിയാം. പക്ഷെ എന്തിന് ആ സ്ത്രീനെ ഇത്ര രീതിയിൽ വിവാദങ്ങൾ പെടുത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ രേണുവിന് ഒരു ചെറിയ കുഴപ്പം എന്താ വെച്ചാൽ രേണു പ്രതികരിക്കും നെഗറ്റീവിന്. ഞാൻ പ്രതികരിക്കില്ല, പക്ഷെ രേണു പ്രതികരിക്കും. അത് ഓരോരുത്തരും സ്വന്തമായ ഒരു ഐഡന്റിറ്റിയാണ്. ഇപ്പം പൊന്നൂസിന് പ്രതികരിക്കുക, എനിക്ക് പ്രതികരിക്കാൻ പാടില്ല ഞാൻ ഒരിക്കലും പറയില്ല. അത് അവരൊരു പേഴ്സണൽ കാര്യമാണ്. ആ പ്രതികരണം കൊണ്ടായിരിക്കാം നമ്മൾ എടാന്ന് വിളിച്ചാൽ തിരിച്ച് പോടാന്ന് വിളിക്കുന്ന സമയത്തുമാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടായിരിക്കാം പിന്നെ ആൾക്കാർക്ക് ഒരു പ്രൊവോക്കേഷൻ വരുന്നത്. രേണുവിന് സൈ കെട്ടോണ്ടായിരിക്കാം. എന്തൊക്കെ രീതിയിൽ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. രേണു ഞാനും തമ്മിലുള്ള വീഡിയോസ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്റെ മോളെ ഒന്നും പറയണ്ട, അത്രയും വൃത്തികെട്ട കമന്റുകളാണ്. സഹി കെട്ടു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചങ്ങായി എനിക്കെതിരെ മോശമായി എന്റെ കേസ് കൊടുത്തത് ഞാൻ എന്റെ അമ്മേനെ വരെ പറഞ്ഞു. അത്രയും വിഷമമുള്ള കാര്യമാണ്. ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞു. സൈബർ പോലീസ് കയറി ഇടപെട്ടു. അവനെ തിരുവനന്തപുരത്ത് അവനെ പൊക്കി. അവനൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് കിടക്കുക വീട്ടില്. എനിക്ക് അവൻ മെസ്സേജ് അയച്ചു. വോയിസ് ക്ലിപ്പ് എന്റെ ഉണ്ട്. ദാസേട്ടാ ക്ഷമിക്കണം, എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് പോയതാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ അന്ന് മദ്യപിച്ചിട്ട് ഞാൻ കമന്റ് ഇട്ട് പോയതാണ്, മെസ്സേജ് വന്നു. പിന്നെ അങ്ങനെ കേട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മോളെ. ഞാൻ അത് ഒഴിവാക്കി. ഞാൻ പോലീസിനെ വിളിച്ചാൽ എനിക്ക് കേസില്ല. അത് അത്രയും സഹി കെട്ട് ഞാൻ ചെയ്ത കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രേണു എന്ത് ചെയ്യും ആലോചിക്കും. ഇപ്പൊ പൊന്നൂസിന് ഇതിന്റെ മോശം അഭിപ്രായം പൊന്നൂസ് വെറുതെ ഇരിക്കും. എന്തൊക്കെ രീതിയിൽ കമന്റ് രേണു. ഞാനൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ രേണുവിന് ഫുൾ സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ അവളെ മാക്സിമം അവൾ സഹിക്കുന്നുണ്ട് അല്ലേ. സഹിക്കാതെ കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുമായിരിക്കും, എനിക്കറിയില്ല. ഇപ്പം ഏതൊരു മല്ലു പെപ്പറോ ഞാൻ കണ്ടു ഇപ്പൊ ലാസ്റ്റ് രേണുവിന് വീട്, അതിലൊക്കെ എന്തൊക്കെ മോശമായിട്ടാണ് കമന്റുകളും കാര്യങ്ങളും അവർ ചെയ്യുന്നത്. എനിക്ക് പ്രശ്നമില്ല, ഞാനൊരാളാണ്, നമുക്കതൊരു വിഷയമല്ല. പക്ഷെ ഒരു ചാക്ക് ചെയ്യുമ്പോൾ അവള് പ്രതികരിക്കുന്ന സമയം അതിക്രമിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. അപ്പോ ഇപ്പൊ രേണുസുതി എന്ന് പറയുന്ന ആള് ഇതിൽ കാണുന്ന ഈ ദേഷ്യപ്പെടുന്ന പോലെ നല്ല റിയൽ ലൈഫിൽ ആള് പാവം തന്നെയാണ്. പാവാണ്, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ആളെ പറ്റി മോശമായിട്ടൊക്കെ ആളുകള് ഇത് അഭിനയിക്കുന്നതൊക്കെ കട്ട് ചെയ്തിടുമ്പോ അതൊരു അഭിനയമാണ്. കട്ട് പറഞ്ഞാൽ അവര് നോർമൽ ഇതിലേക്ക് വരുന്നുണ്ട്. അത് ആളുകൾ മനസ്സിലാക്കാതെ തന്നെയാണ് അവരെ പറ്റി മോശമായി പറയുന്നത്. ആയിരിക്കാം. എന്താ വെച്ചാലും എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ അവരൊരു പാവം സ്ത്രീയാണ്. അവര് ഇങ്ങനെ ഈ ഷോർട്ട് ഫിലിം സിനിമയൊക്കെ ചെയ്തിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. ഇതിനാണ് ഇപ്പൊ ഒരാളെ വെറുതെ. അതെ, ഇപ്പൊ ദാസേട്ടന് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോ നെഗറ്റീവ് വരുന്നു എന്ന് വിചാരിച്ച് നാളെ ഇനിയും വർക്ക് കിട്ടിയ ഞാൻ അവരുടെ കൂടെ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു രേണു നെഗറ്റീവിനോട് പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ പ്രതികരണ ശേഷി കൂടുന്ന സമയത്ത് തിരിച്ച് അവരെ ഭാഗത്ത് കൂടുതൽ അറ്റാക്ക് ഉണ്ടാവും. അപ്പൊ രേണുവിലൂടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കും നെഗറ്റീവ് കമന്റ് വരും. അതാണ് വരുന്നത്. അല്ലാതെ രേണു പ്രതികരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയാം. അത് അവരൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അതിന് നമ്മൾ ഒരിക്കലും ഇടപെടുന്നില്ല. പക്ഷെ അവർക്ക് മാക്സിമം പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടായിരിക്കാം തിരിച്ച് പ്രതികരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നാളെ അവരോട് വീഡിയോ ചെയ്യില്ലാന്ന് ഒരിക്കലും പറയില്ല. നല്ല ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യും. അത് രേണു നല്ല ഏതൊരു ആക്ട്രസിനോട് ഞാൻ ചെയ്യും. ദാസേട്ടൻ ഓരോ ക്യാരക്ടറുകൾ ചെയ്യുമ്പോ അതില് ചെയ്യാൻ ഇത് ഞാൻ കംഫർട്ട് അല്ല, ഇത് ഞാൻ ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും, ചിലപ്പോ ഇന്റിമസി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം, അങ്ങനെ എന്തെങ്കിലും സീനുകൾ അത് വേണ്ട. ഏത് നമ്മളെ സിനിമയാണോ റീൽസ് ആണോ ഉദ്ദേശിച്ചത്? സിനിമയിലാണെങ്കിലും റീലാണെങ്കിലും എങ്ങനെയാണെങ്കിലും. ഇല്ല, എനിക്ക് സിനിമയിൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഇതുവരെ വന്നിട്ടില്ല. ആ സമയത്ത് നമ്മൾ പ്രതികരിക്കുക. റീൽസ് എന്ന് പറയുമ്പം റീൽസ് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ റീൽസ് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് തീരുമാനം എടുക്കാം. അപ്പൊ രേണുസുദീനെ ഫോണില് അവള് വീഡിയോസ് ചെയ്തിരിക്കുന്ന സമയത്ത് അവളെനിക്ക് ആദ്യം അറിയാം. അങ്ങനെയാണ് രേണുസുദീനാണ് ഞാനാണ് ഇനിഷ്യേഷൻ എടുത്തിട്ട് ഈ ഒരു
വിളിച്ചത്. പിന്നെ ഞാൻ അവള് ദാസേട്ടാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അവൾ ഡിബിന്റെ പടം വീഡിയോഗ്രാഫർ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ എടുത്തത്. പക്ഷെ അത് നന്നായി, അത് അവരുടെ ലൈഫിൽ വലിയൊരു. പിന്നെ തീർച്ചയായും ഒരു ബ്രേക്ക് അവർക്ക് കിട്ടിയത് വലിയ ഞാൻ മുഖാന്തരം ആയത് എനിക്ക് വലിയ സന്തോഷം. ദാസേട്ട അഭിമാനിക്കാം. തീർച്ചയായും. അപ്പൊ രേണുസുതി എന്ന വ്യക്തിനെ ഈ റീൽസിൽ ഇങ്ങനെ സിനിമാറ്റിക് റീൽസ് ആണ് ഉദ്ദേശിച്ചത്. സാധാരണ മൊബൈലിൽ ഇങ്ങനെ ആണ് അവിടെ റീൽസ് എടുക്കുക. ഇതിലേക്ക് കൊണ്ടുവന്നതിന്റെ അഭിമാനം എനിക്ക് എന്തായാലും ഉണ്ട്. നാളെ മറ്റന്നാൾ അവര് മാക്സിമം നല്ല ലെവലിലേക്ക് സിനിമ ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ നിമിത്തമാവാൻ കഴിഞ്ഞത് ഞാൻ സന്തോഷിക്കുന്നു. ദാസേട്ടൻ ഈ നമ്മൾ റീലുകളിലും അല്ലെങ്കിൽ ഷോർട്ടുകളിലൊക്കെ റൊമാൻറ്റിക് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. റിയൽ ലൈഫിൽ എങ്ങനെയാണ്? റൊമാൻറ്റിക് ആണോ? റൊമാൻറ്റിക് തന്നെയാണ്. ആണോ? പിന്നെ സത്യസന്ധമായിട്ട് പറയണം. 100% ഞാൻ റൊമാൻറ്റിക് ആണ്. വീട്ടിലല്ല ഞങ്ങള് ഭയങ്കര ഫണ്ണി. വൈഫിനെ സ്നേഹം കൂടുമ്പോ ഇച്ചിരി കൂടുതൽ കൂടുമ്പോ എന്താ വിളിക്കുന്നത്? മോളെന്നാ വിളിക്കുക. ഞങ്ങള് മലബാർ മേഖലയില് മോളെന്ന് അധികം വിളിക്കുക. ഈ തെക്ക് ഭാഗത്തേക്ക് കുറവാട്ടോ. തെക്ക് ഭാഗത്ത് അങ്ങനെ കുറവാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ നമ്മളെ ഏജിന്റെ താഴെയുള്ള ആൾക്കാർ ആരാണെങ്കിലും ഞങ്ങൾ മോളെന്ന് അഭിസംബോധന. മോളെ സുഖമാണോ? മോളോ? അങ്ങനെ ആൾക്കാർ ചോദിക്കാം. പക്ഷെ നമ്മളെ അഭിസംബോധന അങ്ങനെയാണ്, സ്നേഹം കൊണ്ട് നമ്മൾ വിളിക്കുന്നത്. വൈഫ് പറയാറുണ്ടോ നിങ്ങള് ആ റീലിൽ എന്തൊരു അങ്ങനെ എന്റെ കൈ പിടിച്ച അങ്ങനെ വട്ടം ചുറ്റ് എന്നെ എടുത്ത് പൊക്ക് ചാരി നിക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ടോ വീട്ടിൽ? ഇപ്പൊ ദാസേട്ടന്റെ ഫാമിലി ലൈഫ് പലർക്കും അറിയണം എന്നില്ല. എങ്ങനെയാണ് ദാസേട്ടൻ ഈ റീലിലും ഷോർട്ടിലും ഫിലിമിലും കാണുന്ന ദാസേട്ടനെ അറിയാം. അപ്പൊ എങ്ങനെ വീട്ടില് റൊമാൻറ്റിക് ആണോ, വൈഫിന്റെ അടുത്ത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ചോദിക്കാം. റൊമാൻറ്റിക് തന്നെയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ 3 പിള്ളേരൊക്കെ അല്ലേ, റൊമാൻറ്റിക് ആവുമ്പോൾ കുറച്ച് ഇവരൊക്കെ മാറ്റി നിർത്തണ്ടേ? മക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചോദിച്ചത്. വീട്ടിൽ എങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ് ആണോ അതോ ഫ്രണ്ട്ലി ആണോ? ഒരിക്കലും ഫ്രണ്ട്ലി ആണ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ കാലല്ലേ പൊന്നുസ. പണ്ട് പറയുമ്പം ദാ ഇവിടെ വാ ഇവിടെ ഇരിക്കി. ആ കാലം കഴിഞ്ഞു. മോനെ ഇങ്ങോട്ട് വേണം, മോനെ മൂത്ത വേണം, മോനെ എങ്ങനെയാ അച്ഛ, ആ രീതിയിൽ ഇപ്പൊ നടക്കുള്ളൂ. പണ്ടത്തെ കാലഘട്ടം അല്ലേ. പണ്ട് ഇവിടെ ആദ്യന്മാരെ പറയും മോനെ എവിടെ ഇരിക്കടാ, നീ അങ്ങോട്ട് പോ. ഒന്നുമില്ല. ഭാര്യ ആണെങ്കിലും മക്കളൊക്കെ ഫ്രണ്ട്ലി. മാക്സിമം എത്ര കണ്ട് നമ്മളെ മക്കളെ ഫ്രണ്ട്ലി കൂടാൻ പറ്റുമോ അത്ര കണ്ട് ഗുണമാണ്. ഇപ്പത്തെ കാലഘട്ടത്തിലാണ്, ഇപ്പത്തെ അവസ്ഥ എനിക്ക് അറിയാലോ. അവര് നമ്മളായിട്ടുള്ള ഒരു കണക്ഷൻ വിട്ടിട്ട് വേറൊരു കണക്ഷനിലേക്ക് പോവരുത്. പിന്നെ ഞാൻ പറഞ്ഞു എന്റെ മോനായിട്ട് നല്ല ഇന്റിമസി, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഷർട്ടും പാൻറ്റൊക്കെ ഞങ്ങൾ മാറി, ഈ ഷർട്ട് മോട്ട 2 ദിവസം ഇട്ടതാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ. ഇപ്പത്തെ പിള്ളേരോട് അതേ നടക്കുള്ളൂ, പഴയ പോലെ ഒന്നും നടക്കില്ല. മക്കൾ എങ്ങനെയാണ് ഇങ്ങനെ എടുക്കുന്ന ഓരോ ചൂസ് ചെയ്യുന്ന ക്യാരക്ടറുകള്, അല്ലെങ്കിൽ അച്ഛാ ഈ റീല് വന്നിട്ടുണ്ടല്ലോ ഇത് നന്നാവും, കൊള്ളാം, അയ്യ അത് കൊള്ളില്ല, ഇത് വേണ്ട, അങ്ങനെയൊക്കെ മക്കള് സജഷനൊക്കെ തരുമോ? ഇപ്പൊ 2 ആമ്പിള്ളേര് വീഡിയോ എടുത്തിരുന്ന ആൾക്കാരാണ്. എഡിറ്റിംഗ്, മൂത്തവൻ എഡിറ്റിംഗ് ചെയ്യാറുണ്ട്. മോളാണ്, അമേയാണ് എന്റെ കൂടെ ചിൽഡായിട്ട് അഭിനയിക്കുന്ന കുട്ടി. ആമി. അവരൊക്കെ അഭിപ്രായം പറയാറുണ്ട്. മോൻ പറയാറുണ്ട് ഇല്ലാന്ന് പറയുന്നത്. മോൻ പറഞ്ഞു ഇടയ്ക്ക് അച്ഛാ ഞാൻ ഇതൊന്ന് അച്ഛൻ ഇങ്ങനെ നന്നാക്കിയാൽ നന്നായിരുന്നു. അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായം നമ്മളെ സ്വീകരിക്കാറുണ്ട്. പിന്നെ ഓക്കെ, ഇപ്പൊ സിനിമയിലൊക്കെ ക്യാരക്ടേഴ്സ് വരുമ്പോ ദാസേട്ടന് എനിക്ക് ആ ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത് പൊളിക്കും എന്ന് തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ തോന്നിയിട്ടുണ്ട്? ഞാൻ മാത്രമല്ല പൊന്നുസേ, ഒരു ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. സത്യം, എനിക്ക് എത്രയോ അവസരങ്ങൾ സിനിമകളിൽ കിട്ടിയിട്ടുണ്ട്. അതും ഇവിടെ എനിക്ക് പറയാൻ കഴിയില്ല. സിനിമകളിൽ വന്നിട്ട് അവസാന സമയത്ത് നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോയ അവസ്ഥകൾ കുറെ ഉണ്ടായിരുന്നു. കുറെ വിഷമങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒക്കെ റെഡി, കൂടെ നിൽക്കുന്ന ക്യാരക്ടറാ, ഒക്കെ സെറ്റ്, ദാസേട്ടാ നെക്സ്റ്റ് വീക്ക് വിളിക്കും ഡേറ്റ്. പിന്നെ വിളി വരുന്നില്ല. അങ്ങനെ ധാരാളം, 1-2 ധാരാളം. അപ്പൊ അങ്ങനെ കുറെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുടുംബക്കാരും സിനിമയിലില്ല. എന്റെ അച്ഛൻ സിനിമാക്കാരനല്ല, എന്റെ അമ്മ സിനിമാക്കാരിയല്ല. നമ്മൾ കഷ്ടപ്പെട്ട് പോണം. ആ ഒരു എൻട്രി ഉണ്ടല്ലോ. മറ്റേന്ന് കെയർ ഓഫ് എൻട്രി ആണെങ്കിൽ ഒറ്റയടിക്ക് കയറും. നമ്മൾ അങ്ങനെയില്ല, കഷ്ടപ്പെടണം. പക്ഷെ കഷ്ടപ്പാടിന്റെ ഫലം ദൈവം ഒരിക്കൽ തരും, വിശ്വസിക്കുന്ന ആളെ. തന്നൂലോ? അല്ല, ഇനി വരട്ടെ. പക്ഷെ ഇപ്പൊ ഉള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, അതിൽ 100% സന്തോഷമാണ്. പിന്നെ പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു, ദാസേട്ടൻ ഈ റീലും ഷോർട്സും ഇങ്ങനെ സിനിമകളുമായി മാത്രം നടക്കുന്ന ഒരാളല്ല, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. KSEB-യിലാണ് വർക്ക് ചെയ്യുന്നത്. ദാസേട്ടൻ എങ്ങനെയാണ് ഈ ഒരു KSEB ഉദ്യോഗസ്ഥൻ ഇത്രയും തിരക്ക് പിടിച്ച് നടക്കുമ്പോ ജോലിയും ഈ ഒരു ഫീൽഡും ഇങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് ഭയങ്കര ടാസ്ക് ക്വസ്റ്റ്യൻ ആട്ടോ. എന്നെ സംബന്ധിച്ച് ഭയങ്കര ജോലി ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പം സീനിയർ സൂപ്രണ്ടാണ്, ഇപ്പൊ ഗസറ്റഡ് ഓഫീസറാണ് KSEB. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ ആദ്യം തന്നെ 2 വർഷം മുമ്പ് ഉടൻ പണം എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലാണ് എന്റെ ഫസ്റ്റ് എൻട്രി, സ്റ്റേജ് പ്രോഗ്രാം. അപ്പൊ അത് വന്ന സമയത്ത് ഞാൻ ഒന്ന് പേടിച്ചു. എന്താ വെച്ചാല് എനിക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിന് കത്ത് എഴുതി. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിന് 6 മാസം കഴിയുമ്പോൾ എനിക്കൊരു
ഇവര് നേരത്തെ തന്നെ വിളിച്ചു ഇങ്ങനെ പരിപാടി, അങ്ങനെ എനിക്ക് പെർമിഷൻ കിട്ടി. പെർമിഷൻ അല്ല, ഒരു അനുവാദം കിട്ടി. സിനിമ സ്റ്റേജ് പരിപാടികൾ അഭിനയിക്കാൻ താങ്കൾക്ക് പെർമിഷൻ തരുന്നു. അത് ഏത് ഗവൺമെന്റ് ജീവനക്കാരും വാങ്ങണം, പെർമിഷൻ വാങ്ങണം. അതെനിക്ക് കിട്ടി. ഞാൻ വീട്ടിലിങ്ങനെ ഒരു ഇതാക്കി വെച്ചിട്ടുണ്ട്, ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം മാത്രമേ ഏതൊരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും നമ്മൾ അഭിനയ മേഖലയിൽ കിടക്കാൻ പാടില്ല. ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പെന്ന് പറയുന്ന സിനിമകളിൽ നായകനായിട്ടൊന്നല്ലോ വിളിക്കുന്നത്. നായകനായി വിളിക്കാതെ കുറെ 10-12 ദിവസം ഡേറ്റ് കൊടുക്കണം. 2-3 ദിവസം വിളിക്കാറുണ്ട്, ലീവ് എടുക്കും, പോവും, അഭിനയിക്കും, തിരിച്ചു വരും. നായകനായിട്ട് ഇനി അധികം ദൂരമില്ല, എത്തും. അങ്ങനെ ആ പടം വരുമ്പോ അതിന്റെ പ്രൊമോഷൻ എനിക്ക് തന്നോ? തീർച്ചയായിട്ടും. എന്താണ് ലൈഫിൽ ഇനിയുള്ള ഒരു ഡ്രീം ഉണ്ടാവും എല്ലാവർക്കും. അത് ചിലപ്പോ ഈ ഫീൽഡ് ആയിട്ട് ആവണം എന്നില്ല. ദാസേട്ടന് ഒരു ഡ്രീം, പണ്ട് തൊട്ടേ ഒരു ഡ്രീം ഉണ്ട്, അത് ഇപ്പോഴും എനിക്ക് നടന്നിട്ടില്ല. ആ ഡ്രീം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അതായത് എന്നെ സംബന്ധിച്ച് നമ്മൾ ഏത് ക്യാരക്ടറും നമ്മൾ സിനിമ ചെയ്യണം. തമാശയാണെങ്കിലും ഒക്കെ ചെയ്യാൻ വില്ലിങ് ആണ്. അതായത് നമുക്കൊരു ആഗ്രഹമുണ്ട്, കോൺഫിഡന്റ് ഉണ്ട്. പക്ഷെ എന്നാലും ഒരു നല്ലൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന വലിയ ആഗ്രഹമുണ്ട്. അത് ഏത് തമിഴാണെങ്കിലും മലയാളം. ശരിക്കും ദാസേട്ടന് ഒരു വില്ലൻ ലുക്ക് തന്നു കഴിഞ്ഞാല് പൊളിക്കും. ആ ഒരു ലുക്ക് ഉണ്ട്, അതുണ്ട്, സത്യാണ്. അത് ഭയങ്കര എനിക്ക് വലിയ ആഗ്രഹം, ഒരു മാസ് ക്യാരക്ടർ വലിയ ആഗ്രഹം. നല്ലൊരു മാസ്, പക്കാ മാസ് ക്യാരക്ടർ. നമ്മളെ പണി സിനിമയിൽ നമ്മളെ സാഗർ സൂര്യ ചെയ്തില്ലേ, അവൻ നമ്മുടെ ചങ്കാണ്. അപ്പം എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാകാറുണ്ട്. സാഗറിന്റെ ഭയങ്കര മേക്ക് ഓവർ അത്. അതുപോലെ ഒരു സാധനം കോമഡി, അതെ, അതുപോലെ ഒരു സാധനം എനിക്ക് വലിയ ആഗ്രഹം. പക്ഷെ ബാക്കിയൊന്നും ചെയ്യൂലെന്ന് പറയില്ല. നമ്മുടെ സിനിമ ആഗ്രഹിക്കുന്ന ആള് അവൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും പറയരുത്. എനിക്ക് നല്ല ആഗ്രഹം, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഡ്രീമാണ്, നല്ലൊരു ക്യാരക്ടർ. എത്ര പെട്ടെന്ന് ആ ഡ്രീം നടക്കും ദാസേട്ടൻ നടക്കും. ദാസേട്ടന്റെ അപ്കമിങ് പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? ഫിലിമിലാണെങ്കിലും മറ്റെല്ലാ ഇതിലാണെങ്കിലും. എനിക്കിപ്പം എന്റെ കൂടൽ എന്ന സിനിമയാണ് ഇറങ്ങാനുള്ളത്. എന്റെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു KSRTC കണ്ടക്ടറുടെ വേഷമാണ്, നല്ലൊരു വേഷമാണ് അത്. അപ്പൊ ആ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ കാരണം ആ സിനിമ തുടങ്ങുന്ന എന്റെ മുഖം വെച്ചിട്ടാണ്. സ്ക്രീനിൽ ഇങ്ങനെ പേര് കാണിച്ച് സിനിമ തുടങ്ങുമ്പോൾ എന്റെ മുഖമാണ് അതിന് വരുന്നത്. ഫസ്റ്റ് ഞാനാ വരുന്നത് സിനിമയിൽ, സീനില്. അത് നല്ലൊരു പ്രതീക്ഷ ഉള്ളതാണ്. പിന്നെ അപൂർവ പുത്രന്മാർ, ബിബിൻ ജോർജ് വിഷ്ണു കൂടെ അഭിനയിച്ച സിനിമ, അതാണ് അടുത്ത റിലീസ് ചെയ്യാനുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ബിബിൻ ജോർജ് എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പൊ നല്ലൊരു ബന്ധം പുള്ളിയായിട്ട്. അപ്പൊ പുള്ളിയാണ് എന്നെ അപൂർവ പുത്രന്മാരിലേക്ക് സെലക്ട് ചെയ്തത്. വിഷ്ണുവും ബിബിനും എന്റെ ഇരട്ട പോലത്തെ ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഒടിയങ്കം തന്നെ മൂവി ഇറങ്ങാനുള്ളത്. അതിലൊരു പക്കാ വില്ലൻ ക്യാരക്ടർ. അതൊരു അത്രയും റിസ്ക് അഭിനയിച്ച ഷൂട്ടാണ്. നമ്മളെ പോത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഒടിയനായിട്ട് വന്നിട്ട് പോത്തായിട്ട് ഈ ലെവലിൽ പോത്ത് തന്നെ മുമ്പിൽ നിൽക്കുക, റിയൽ പോത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ പോത്തിന്റെ കയറ് പോത്തിന്റെ ഉടമസ്ഥന്റെ കയ്യിലാണ്. അയാൾ ഇങ്ങനെ പിടിച്ചു വലിക്കുക. ഷൂട്ട് എടുക്കുന്ന സമയത്ത് പോത്ത് മുമ്പിൽ നിൽക്കുക. അങ്ങനെ ഒരു അഭിനയല്ലേ, അങ്ങനെ അത് സിനിമ ഇറങ്ങാൻ പോകുക. നല്ല പ്രതീക്ഷയുള്ള സിനിമ, എനിക്ക് നല്ലൊരു പ്രതീക്ഷയുള്ള സിനിമ. പക്ഷെ അതിൽ വലിയ താറുള്ള സിനിമയൊന്നല്ല ഒടിയങ്കം മൂവി. അപ്പൊ അത് ഇറങ്ങാൻ ക്യാരക്ടർ ഒരു തമ്പുരാനായിട്ട് ഒരു ഭയങ്കര പക്കാ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര വൃത്തികെട്ട തമ്പുരാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വില്ലൻ ആഗ്രഹിക്കുന്ന പോലെ കിട്ടിയ സാധനമാണ്. ഈ 3 സിനിമകളാണ് ഇറങ്ങാനുള്ളത്. തമിഴ് മൂവിന്റെ പ്രൊജക്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ദൈവം സഹായിച്ച് നടക്കട്ടെ. അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇപ്പൊ പറഞ്ഞ പോലെ നെഗറ്റീവ് ക്യാരക്ടർ, മാസ് ആയിട്ടുള്ളത്, സെന്റിമെന്റ്സ്, റൊമാൻറ്റിക്, ഇമോഷണൽ, ഒരു ഇത്രയും ക്യാരക്ടറുകൾ പല പല പടങ്ങളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഏത് ചെയ്യാനാണ് ദാസേട്ടനെ ഏറ്റവും ഈസി? ദാസേട്ടൻ ഏത് സെലക്ട് ചെയ്യും? ഈസി ഏതാണ്? അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഏതാ സെലക്ട് ചെയ്യുക? എല്ലാതും ഉണ്ട്. ഒരെണ്ണത്തില് ക്യാരക്ടർ ത്രൂ ഔട്ട് റൊമാൻറ്റിക്, ഒരെണ്ണത്തില് ഫുൾ മാസ്, ഒരെണ്ണത്തില് മാസ് ഡയലോഗുകളൊക്കെയാണ് മറ്റേതില്, ഒരെണ്ണത്തില് ഫുൾ നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു ക്യാരക്ടർ, ഒരെണ്ണത്തില് ഇമോഷണല്, ഒരെണ്ണത്തില് ഫുൾ കോമഡി, ഒക്കെ ത്രൂ ഔട്ടാണ്. ഒക്കെ ഓരോരോ പടങ്ങളല്ലേ, എല്ലാം ചെയ്യുന്നു പറയാൻ എല്ലാം സെലക്ട് ചെയ്യുന്നത്. അത് പറയരുത്. അതെന്താ ഓരോ മൂവിയിലല്ലേ വിളിച്ചത്? അതെയോ എല്ലാം ഒരു മൂവിയിൽ പറയണോ റൊമാൻറ്റിക് ആണോ ഏതാ വേണ്ടത്? അങ്ങനെയാണോ? അങ്ങനെയാ? അല്ല, അങ്ങനെയല്ല. ഇതെല്ലാം ഒരു ഡേറ്റിലാ, ഒരെണ്ണം എടുക്കാൻ പറ്റും. അപ്പൊ ഏത് എടുക്കും? പറയണം. മാസം എടുക്കും. മറ്റേ റോളക്സിന്റെ മാസൊക്കെ മാസ് ഭയങ്കര ഇഷ്ടം. സൂപ്പർ. ചിന്നു വിചാരിച്ച റൊമാൻറ്റിക് എടുത്ത് പോകുന്നതാണോ?
അല്ല ഞാന് അല്ല അങ്ങനെയല്ല വിചാരിച്ചേ സെന്റിമെന്റ്സ് ചിലപ്പോ ചെയ്യാം. എനിക്ക് ഏതാണ് ശരിക്കും ഈസി? സെന്റിമെന്റ്സ് ആണോ കോമഡി ഈസി ആണോ? ഏറ്റവും പ്രയാസം കോമഡിയാണ്. ഏറ്റവും പ്രയാസം ചിരിപ്പിക്കാനാണ്. ഒരിക്കലും ജഗതി ചേട്ടനാവാൻ ഒരിക്കലും ആരും കഴിയില്ല. സലീകുമാർ ആർക്കും കഴിയില്ല. ഇല്ല അത് അവര് കൊണ്ട ഐഡന്റിറ്റി. ഏറ്റവും അഭിനയിച്ച് പ്രതിഭയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് കോമഡിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ മാസം ആർക്കും ചെയ്യാം, മാസം ചെയ്യാൻ കോമഡി കഴിയില്ല. കോമഡി എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പ്രഷൻ കയ്യിൽ നിന്നിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് ഡയലോഗ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് കരയേണ്ട ഒരു സിനിമ മറ്റേ ഗ്ലിസറിൻ ഇല്ലാതെ ദാസേട്ടൻ ചെയ്യും. ഞാൻ ചെയ്തിട്ടുണ്ട്. റാണി മൂവി ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഒരു ക്യാരക്ടർ വന്നിട്ട് ബലാത്സംഗം ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് കത്തിയെടുത്തിട്ട് ക്യാരക്ടറിനെ കുത്തിക്കൊല്ലുന്ന സീനാണ്. ആ സമയത്ത് എൻ്റെ എൻട്രി അത് ഞാൻ ശരിക്കും ഗ്ലിസറില്ലാതെ നമ്മൾ കരഞ്ഞിട്ടുള്ളതാണല്ലേ. അവള് പൊട്ടിക്കരഞ്ഞപ്പോ ഞാനും കരഞ്ഞിട്ടുണ്ട്. റിയൽ ആയിട്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോ കട്ട് പറഞ്ഞു കഴിഞ്ഞാലും ചിലവർക്ക് ആ ക്യാരക്ടറിൽ നിന്ന് മാറാൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? ദാസേട്ടൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ക്യാരക്ടർ? മാത്രം കുറെ ചെയ്തൊരു പരിചയമുള്ള ആളൊന്നല്ല ഞാൻ. അല്ല എന്നാലും കട്ട് പറയുമ്പോ നമ്മള് ഒരു കുറച്ച് സമയത്തെങ്കിലും നമ്മളെ ക്യാരക്ടർ പിടിക്കുന്നതിന് മുമ്പേ തന്നെ അതിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കും. അതുപോലെ സാർ ഇങ്ങനെ പറയാ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ഞാൻ എത്താൻ മാക്സിമം ശ്രമിക്കും. അത് റീല് ചെയ്യുകയാണെങ്കിലും കേട്ടോ എന്താണെങ്കിലും സിനിമ മാത്രമല്ല അതിലേക്ക് നമ്മൾ എത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഓക്കെ, യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ അതെങ്ങനെയാ? ഫ്രണ്ട്സിന്റെ കൂടെയാണോ ഫാമിലിയുടെ കൂടെയാണോ ഏറ്റവും ഇഷ്ടം? സത്യം പറയണം. ആരെ കൂടെയാണ് പോവാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു? യാത്രകള് ഫാമിലി കൂടെ പോവാൻ ഇഷ്ടമാണ്. തിരിച്ച് വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വെച്ചാല് എന്റെ വൈഫ് സ്കൂൾ പൂട്ടിപ്പോ ടീച്ചറാണല്ലോ പറയട്ടെ. ഇപ്പം ഏപ്രിൽ കഴിഞ്ഞ് മെയ് പകുതിയാവാനായി. ഇപ്പോഴും പരുവം പറയാറുണ്ട് നമ്മൾ ടൂർ വിലാസായിട്ടാണ്. ഈ നെക്സ്റ്റ് സൺഡേ ഞങ്ങൾ പോകുന്നുണ്ട്. എവിടെ പോണു? വയനാട്ടിലൊക്കെ പോകുന്നുണ്ട്. പ്ലാൻ ചെയ്തിട്ടുണ്ട്. മക്കളും എല്ലാരും ഉണ്ട്. അപ്പം ഇപ്പൊ എന്താ വെച്ചാൽ എന്റെ അച്ഛനും അമ്മയും എന്റെ വൈഫിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. ഇപ്പൊ എന്റെ വണ്ടിയിൽ ഇപ്പൊ 5 സീറ്റേ ഉള്ളൂ. എല്ലാരും പൊള്ളൂല. ഒരു ദൈവം സഹായിച്ചിട്ട് ഞാനൊരു ലോണൊക്കെ എടുത്തിട്ട് ഒരു കാറ് ഇന്നോവ അല്ല, ഒരു 7 സീറ്റർ വണ്ടി. അപ്പം ആ വണ്ടി കിട്ടുന്ന സമയത്ത് ഏകദേശം ആ സമയത്താ കിട്ടുക. ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടി പോകുന്നുണ്ട്. ഒരു പരിവല്ല പരിഭവം ഞാൻ ഒരിക്കലും ഇവിടെ എത്തില്ലല്ലോ. പരിഭവം ഞാൻ ഒരിക്കലും പ്രകടിപ്പിക്കാനില്ല. ആ സമയത്തൊക്കെ ഞാൻ റീൽസ് ചെയ്യുന്ന സമയത്ത് ഈ 2 ഫാമിലി, എന്റെ ഫാമിലി ആണെങ്കിലും അവളെ ഫാമിലി ആണെങ്കിലും കളിയാക്കാറുണ്ട്. പല ആൾക്കാർ നീ നിന്നെ തന്നെയാടാ ദാസേട്ടാ വിളിക്കാറ് പറയാറുണ്ട്. എടാ നീ നിന്നെ ദാസേട്ടാ വിളിക്കാറ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇഷ്ടംമാതിരി FB-യിലാണ്. 2000-ലൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഇവൻ എന്താടാ ഇവന് പണിക്ക് പോയിക്കോട്ടെ നാട്ടുകാർ പോകുന്ന സമയത്ത് അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്കൊന്ന് മോളെ കിട്ടിയത്. അപ്പം വൈഫ് അതിനോട് അത്ര എന്താ പറയാ മോള് ഒരു കുട്ടീനെ അവളത്ര ആപ്റ്റ് ആയിരുന്നില്ല. അങ്ങനെയാണ് എനിക്ക് എന്റെ മോളെ കിട്ടിയത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ ശേഷം അവളാണ് എൻ്റെ ഒരു ഈ ഒരു തുടക്കത്തിൽ ടേണിംഗ് പോയിന്റ്. നിർമ്മല്ലേ ഒരു കുട്ടീന്റെ പഴയ ഏതാ ജനിച്ച അതൊന്നും ഇതിൽ ചോദിക്കില്ല. മിണ്ടരുത്. വയസ്സ് ചോദിച്ച് ഉള്ള ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി വരുന്നു. മിണ്ടരുത്. പാലാസജിയേട്ടൻ്റെ ഫ്രണ്ട്സ് 1000 പാട്ടുകൾ ഞാൻ പാടാം. അത് പുള്ളിന്റെ സ്റ്റൈലാണ്. ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. പാലാസജി നീല നമ്പ്യാരുടെ ഒരു ഇഷ്യൂ ഇതിന്റെ ഇടയിൽ വന്നായിരുന്നു. എന്താ ചോദിക്കാതെ അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്.